യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് രക്ഷിതാവും കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കൊളോസസ് ലേഖനം 2-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും പൂർണ്ണതയായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവചനം കേട്ടപ്പോൾ യേശുവിന്റെ നാമത്തിലുണ്ടായ വൻ വിടുതലിനെ കുറിച്ച് ദൈവമക്കൾ എഴുതി അറിയിച്ച ഏതാനും അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. വിൻഡു എന്ന വ്യക്തി എറണാകുളത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്റെ ഭർത്താവിന് 12 വർഷമായി ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു. മരുന്ന് കഴിച്ചപ്പോൾ ശ്വാസമുട്ടലായി മാറി. ഞാൻ തനിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. 12 വർഷമായ ഈ അസുഖം എന്റെ യേശുവേ അവിടുന്ന് സുഖപ്പെടുത്തണമേ എന്നും, സുഖപ്പെടുത്തിയാൽ അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ടെലിവിഷൻ പ്രോഗ്രാമിൽ സാക്ഷ്യപ്പെടുത്താമെന്നും നേർന്ന് പ്രാർത്ഥിച്ചു. അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ആഴ്ചതോറും ടെലിവിഷനിലൂടെ വരുന്ന ശുശ്രൂഷയിൽ ഞാനും എന്റെ കുടുംബവും ഭവനത്തിലിരുന്ന് കണ്ണുനീരോടെ പങ്കുചേരുന്നുണ്ട്. അത്ഭുതമെന്ന് പറയട്ടെ, എന്റെ ഭർത്താവിന്റെ 12 വർഷമായ ഡസ്റ്റ് അലർജി പരിപൂർണമായും സൗഖ്യമാക്കപ്പെട്ട് എന്റെ ഭർത്താവ് ഇന്ന് സുഖമായിരിക്കുന്നു. ശ്വാസമുട്ടലും ഇപ്പോൾ ഇല്ല. ഹല്ലേലൂയ. അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുമ്പോൾ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന, അതിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വീട്ടിൽ വെച്ച് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് ദൈവമക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിന്റെ അഡ്രസ്സിലേക്ക് എഴുതി അറിയിക്കണമെന്ന് നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം. ഇദ്ദേഹം തൃശൂർ ജില്ലയിലെ മൂർക്കനാട് എന്ന സ്ഥലത്ത് നിന്നാണ് എഴുതുന്നത്. പേര് എൽസി. 1.5 വർഷമായി ഇയർ ബാലൻസിന്റെ അസുഖ നിമിത്തം വളരെ കഷ്ടപ്പെട്ട വ്യക്തിയാണ്. തലകറങ്ങുകയും ഛർദിക്കലും ഒപ്പമുണ്ടായിരുന്നു. 2-3 ദിവസത്തോളം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ കിടക്കും ഈ രോഗം വന്നാൽ. അങ്ങനെ ഒന്ന് സംസാരിക്കുവാനോ തല അനക്കുവാനോ കഴിയുമായിരുന്നില്ല. യാത്ര ചെയ്യാനോ കുടുംബത്തിലെ അടുക്കളയിലെ ജോലി പോലും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഞങ്ങൾ കുടുംബസമേതം അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള വചന ശുശ്രൂഷ നടക്കുമ്പോൾ ടെലിവിഷന്റെ മുമ്പിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം ടെലിവിഷൻ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഈ രോഗവും കൂടെ എടുത്തു മാറ്റണമേ എന്ന് ഞാൻ യേശുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ സമയത്ത് എന്റെ ശരീരമാകെ വിയർത്തു കുളിക്കുന്ന ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. അതിനുശേഷം പിന്നെ ഇന്ന് വരെ ആ രോഗം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തൃശൂർ ജില്ലയിൽ നിന്ന് എൽസി സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിന്റെ വചനം കുടുംബങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും കർത്താവ് നൽകുന്ന മണിക്കൂറാണത്. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ, ദൈവവചനത്തിന്റെ ആഴങ്ങളെല്ലാം വെളിപ്പെട്ട് കിട്ടണം. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കണ്ണുകൾ അടച്ച് കൈകൾ രണ്ടും തുറന്നോ, ഓ ദൈവവചനമേ ഞങ്ങളുടെ മേൽ പ്രവഹിക്കണമേ. 147-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, കർത്താവ് തന്റെ കൽപ്പനകൾ അയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. പ്രാർത്ഥിക്കാം. വചനമേ എന്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനമേ എന്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. ഹൃദയപൂർവ്വം എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വചനമേ എന്റെ മിഴികളിൽ യേശുവേ വഴിവിളക്കായി തെളിയണേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നിറയണമേ, ആത്മാവേ നിറയണമേ, ത്രിത്വമേ നിറയണമേ, വചനമേ നിറയണമേ. അന്ധകാരങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ദൈവിക ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ഈ മണിക്കൂറിൽ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൊളോസസ് ലേഖനം 2-ാം അധ്യായം അതിൽ 10-ാം തിരുലിഖിതം, എല്ലാ അധികാരങ്ങളുടെയും ആധിപത്യങ്ങളുടെയും ശിരസ്സായ അവനിലാണല്ലോ നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. ഈ വചനം വലിയ ഒരു രഹസ്യത്തിന്റെ കലവറയാണ്. ഈ വചനം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ഞാൻ എന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം തുടങ്ങി. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണല്ലോ നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു എല്ലാ അധികാരങ്ങളുടെയും ആധിപത്യങ്ങളുടെയും പൂർണ്ണതയാണ്, ശിരസ്സാണ്. ആ ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന അവയവങ്ങളാണ് സഭയിലെ ഓരോ അംഗങ്ങളും. വേറൊരു വാക്കി പറഞ്ഞാൽ, ഈ ശിരസിനുള്ള എല്ലാ അധികാരങ്ങളിലും എല്ലാ ആധിപത്യങ്ങളിലും അതിന്റെ പൂർണ്ണത നമുക്ക് അവയവങ്ങൾക്കും ലഭിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണല്ലോ നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി യേശുക്രിസ്തുവിനോട് ഒട്ടി നിന്നാൽ, ഒരു വ്യക്തി യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ, യേശുക്രിസ്തുവിന്റെ മേൽ നിറഞ്ഞു തീർന്ന എല്ലാ അധികാരത്തിന്റെയും ആധിപത്യത്തിന്റെയും അഭിഷേകം ആ വ്യക്തിയുടെ മേലും പകരപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ മേൽ നിറഞ്ഞു നിന്ന വലിയൊരു അധികാരമാണ് പിശാചിന്റെ മേലുള്ള അധികാരം, സാത്താന്റെ മേലുള്ള അധികാരം. യേശുവിനോട് ചേർന്ന് ഒരു വ്യക്തി നിന്നാൽ യേശുവിലുണ്ടായിരുന്ന ഈ അധികാരം ആ വ്യക്തിയുടെ മേലും പ്രവഹിക്കും. ഹല്ലേലൂയ. ഇതെനിക്ക് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ഒരു ദിവസം ഒരു വ്യക്തി എന്റെ അടുത്ത് വന്നപ്പോൾ ഈ അധികാരം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ വ്യക്തിയുടെ സംഭവം ഞാൻ ഓർക്കണം എങ്ങനെയാണ്. ഒരു താമസിച്ചുള്ള ധ്യാനം, 5 ദിവസത്തെ ധ്യാനം സെഗിയോനിൽ ആരംഭിക്കുകയാണ്. ഞായറാഴ്ച ദിവസം വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ ഇതാ ഏതാണ്ട് 50-55 വയസ്സ് പ്രായം വരുന്ന ഒരു ചേട്ടന്റെ കഴുത്ത് തളർന്ന് ഈ തല തോളിൽ മുട്ടി ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുകയാണ്. അതെങ്ങനെ അങ്ങനെ ആവുമെന്ന് മനുഷ്യബുദ്ധിക്ക് ചിന്തിച്ചാൽ അതുപോലെ ഈ തല ഈ തോളിൽ ഇങ്ങനെ മുട്ടിക്കിടക്കുകയാണ്. കണ്ടപ്പോ സങ്കടായി. ഞാൻ ഞായറാഴ്ച ധ്യാനം തുടങ്ങുന്ന വൈകുന്നേരം 6 മണി സമയത്ത് തന്നെ ആ ചേട്ടനെ സ്റ്റേജിലേക്ക് വിളിച്ചു. എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഈ ചേട്ടന്റെ സ്ഥിതി കണ്ടിട്ട്. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ഇതെന്താ ഇത്? ചേട്ടൻ പറഞ്ഞു, വലിയ വിഷമമുള്ളൊരു കാര്യമാണ്, ഇതൊന്ന് മാറാൻ വേണ്ടിയാ വന്നിരിക്കണത്, ഇതെന്ത് രോഗമാണെന്ന് ഞാൻ ചോദിച്ചു. ചേട്ടന് പറഞ്ഞ അറിയാൻ പാടില്ല. ഞാൻ ആ ചേട്ടന്റെ വേദന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, എന്റെ അമ്മ 55 വർഷം ഈ രോഗം സഹിച്ച് കടന്നു. അതിനുശേഷം എന്റെ അമ്മ മരിച്ചു. എന്റെ അമ്മ മരിച്ച അന്ന് തന്നെ മൂത്ത മകനായി എനിക്ക് ഈ രോഗം പിടിപെട്ട് 3 വർഷമായി ഞാനിത് ചുമക്കാൻ തുടങ്ങിയിട്ട്. ഇതിനൊരു സൗഖ്യമില്ലേ? ഇതിനൊരു ചികിത്സയില്ലേ? ഇതിനൊരു പൊത്തുവരുത്തില്ലേ? ഇത് അന്വേഷിച്ചാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഈ വിവരണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊരു രോഗമല്ല, ഇതൊരു തിന്മയുടെ ഉപദ്രവമാണ്. ഈ ദൈവജനത്തോട് ഞാൻ പറഞ്ഞു, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. അതിനുശേഷം യേശുക്രിസ്തുവാകുന്ന ശിരസിനോട് ചേർന്ന് നിന്ന് യേശുക്രിസ്തുമേൽ ഉണ്ടായിരുന്ന പിശാചിന്റെ മേൽ അധികാരം ഉപയോഗിച്ച് ഈ മനുഷ്യന്റെ മേൽ ഈ രോഗത്തിന് കാരണമായി നിൽക്കുന്ന ദുർബാധകളെ ശാസിച്ച് ബന്ധിച്ചു കെട്ടി നിത്യാഗ്നിയിലേക്ക് ആട്ടിപ്പായിച്ച് ആ സഹോദരനോട് സീറ്റിൽ ഇരുന്നോളാൻ പറഞ്ഞു. 3-ാം ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ തളർന്ന് ഒടിഞ്ഞു കിടന്നിരുന്ന ഈ ശിരസ് ഇതാ സാധാരണ മനുഷ്യന്റെ ശിരസ് പോലെ നിവർന്നു നിൽക്കുന്നു. അദ്ദേഹം സ്റ്റേജിൽ വന്ന് സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ വിടുതലിന്റെ സംഭവകഥ വിവരിച്ച് സകല ജനങ്ങളും അത്ഭുതപ്പെടുമാറ് അദ്ദേഹത്തിന്റെ മേൽ വിടുതലിന്റെ അനുഭവം ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു ദൈവ പൈതലിന്റെ മേൽ ഉണ്ടാകുന്ന എല്ലാ പീഡകളും ആ ദൈവ പൈതൽ സഹിച്ച് 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 നരകിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടാരൂപികളിൽ നിന്നുണ്ടാകുന്ന ഒരു പീഡയും നാം സഹിച്ച് സഹിച്ച് നരകിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ് ഇങ്ങനെയുള്ള തിന്മയുടെ ദുരാത്മബാധകളെ ശാസിച്ച് ബഹിഷ്കരിക്കാനുള്ള അധികാരം. ദൈവവചനം മുഴുവൻ പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ വിവിധ വിധത്തിൽ ദുരാത്മാക്കളെയും ദുർബാധകളെയും ദുർബോധങ്ങളെയും ദുർശക്തികളെയും പിശാചിനെയും ആട്ടിപ്പായിക്കുന്നത് കാണുന്നുണ്ട്. അതിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗം നമ്മൾ കാണുന്നത് സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിലാണ്. സാവൂൾ രാജാവിന്റെ മേൽ ദുരാത്മാവ് വന്ന് അദ്ദേഹത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ട് അദ്ദേഹം ആകെ ഒരു ഗ്ലൂമിയായി തിന്മയുടെ ചിന്തകൾ കൊണ്ട് അദ്ദേഹം മൂടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മേലുണ്ടാകുന്ന നാരകീയ സേനകളെയും ദുരാത്മാക്കളെയും ആട്ടിപ്പായിക്കാൻ വേണ്ടി അദ്ദേഹം അവലംബിച്ചൊരു മാർഗം സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിലുണ്ട്. ദാവീദ്
കിന്നരം വായിച്ചപ്പോഴൊക്കെ ദുരാത്മാവ് അവനെ വിട്ടകന്നു പോവുകയും അവന് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. ദാവീദ് കിന്നരം വായിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ദുരാത്മാവ് അവനിൽ നിന്ന് വിട്ടുപോവുകയും അവന് ആശ്വാസം ലഭിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും ഇങ്ങനെയുള്ള പൈശാചിക പീഡകൾ വിട്ടുപോകാൻ വേണ്ടി ബൈബിളിൽ നാം കാണുന്ന മറ്റൊരു മേഖല യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതമാണ്. യാക്കോബ് ശ്ലീഹ 4:7. ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. പിശാച് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഓരോ കുടുംബങ്ങളിൽ നിന്നും ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ഓരോ തരത്തിലുള്ള അന്തരീക്ഷത്തിൽ നിന്നും പിശാച് ഓടിപ്പോകണമെങ്കിൽ ഒരു ദൈവ പൈതൽ അനുവർത്തിക്കുന്ന മനോഭാവത്തെക്കുറിച്ച് യാക്കോബ് 4:7 ഇങ്ങനെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന് വിധേയരാകണം. അതിനുശേഷം പിശാചിനെ ചെറുത്തു നിൽക്കണം. ചെറുത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എതിർത്തു നിൽക്കണം. അവന് കീഴ്പ്പെടരുത്, അവന് വശമതരാകരുത്, അവന് ഭയപ്പെടരുത്, അവനോട് വിധേയത്വം പ്രഖ്യാപിക്കരുത്, അവനെ എതിർത്തു നിൽക്കണം. അവനെ എതിർത്തു നിന്നാൽ അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. തീ കാണുമ്പോൾ പാമ്പ് ഓടുന്നത് പോലെ, കാട്ടുതീ പിടിക്കുമ്പോൾ, മലയിൽ കാട്ടുതീ പിടിക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകുന്നത് പോലെ നിങ്ങൾ പിശാചിനെ എതിർത്തു നിൽക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ ദൈവത്തിന് വിധേയരാവുകയും പിശാചിനെ എതിർത്തു നിൽക്കുകയും ചെയ്യാൻ തുടങ്ങിയാൽ അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും എന്ന് തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. യാക്കോബ് 4:7. പിശാചിനെ നമ്മളിൽ നിന്ന് ദൂരെ അകറ്റാനുള്ള അടുത്ത വഴി മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെ തിരുലിഖിതങ്ങൾ മരുഭൂമിയിൽ വെച്ച് യേശുവിനുണ്ടായ പ്രലോഭനങ്ങളെ കുറിച്ചാണ് വിവരിക്കുന്നത്. അതിൽ പിശാച് വന്ന് ഓരോ തരത്തിൽ യേശുവിനെ പ്രലോഭിക്കുമ്പോഴും യേശു തിരുലിഖിതങ്ങൾ ഉച്ചരിച്ച് പിശാചിനെ നിർവീര്യമാക്കുന്നുണ്ട്. അതിൽ 4-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം പിശാചിന്റെ അവസാനത്തെ പ്രലോഭന സമയത്ത് യേശു പറഞ്ഞു, സാത്താനെ നീ ദൂരെ പോവുക. അവനോട് കൽപ്പിച്ചു, അവൻ ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ വിട്ടകന്നു, അവനോട് കൽപ്പിച്ചു, അവൻ പോയി. പിശാചിനോട് അധികാരപൂർവം കൽപ്പിക്കണം, അധികാരപൂർവം ശാസിക്കണം. അതിനോട് മയം വെച്ച് പുലർത്തരുത്, അവനോട് ഭയം വെച്ച് പുലർത്തരുത്. ഭയവും മയവും പിശാചിനോട് പാടില്ല. ചേട്ടാ പിശാചെ ദയവ് ചെയ്ത് ഒന്ന് വിട്ടു നിൽക്കാമോ? ഇങ്ങനൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, യു ഗെറ്റ് ഔട്ട്. അവനെ ശാസിച്ച് ബഹിഷ്കരിക്കണം. അപ്പോഴാണ് അത് ഇറങ്ങിപ്പോവുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ യേശു സാത്താനെ ശാസിച്ചു, യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. അപ്പോൾ കുറെ കാലത്തേക്ക് അവൻ വിട്ടുപോയി എന്ന് തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 49-ാം വാക്യം, ലൂക്ക 9:49, ഒരു ദൈവ പൈതൽ യേശുവിന് നാമം അയച്ച് പിശാചിനെ ഒഴിപ്പിക്കുന്ന രംഗം കാണുന്നുണ്ട്. ശ്ലീഹന്മാർ യേശു ക്രിസ്തു ചില കാര്യങ്ങൾക്ക് വേണ്ടി അയച്ചു. അങ്ങനെ കാര്യങ്ങൾ നടത്തി തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ചൊരു രംഗം കണ്ടു. അതാണ് ലൂക്ക 9:49. യോഹന്നാൻ പറഞ്ഞു, ഗുരോ, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഇവര് വഴിക്ക് വെച്ച് ശ്ലീഹന്മാര് കാര്യങ്ങൾ നടത്തി വഴിക്ക് മടങ്ങി വരുന്ന സമയത്ത് വഴിക്ക് വെച്ച് ഒരു വിദ്വാൻ ഇരിക്കുകയാണ്. ആ വിദ്വാൻ ക്രിസ്ത്യാനിയൊന്നും അല്ല, യേശുക്രിസ്തുവോട് ചേർന്നിട്ടൊന്നുമില്ല, ഏതെങ്കിലും ഒരു മന്ത്രവാദിയോ ആരെങ്കിലും ആയിരിക്കാം. ഇതാ ഇവൻ എന്താ ചെയ്യുന്നത്? ഇവൻ യേശുവിനെ നാമം അയച്ച് ആളുകളുടെ പിശാചിനെ ഒഴിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അതാണ് യോഹന്നാൻ പറയുന്നത്, ഗുരു, ഞങ്ങൾ കടയിൽ പോയി മടങ്ങുമ്പോൾ, ഞങ്ങൾ ടൗണിൽ പോയി മടങ്ങുമ്പോൾ, ഞങ്ങൾ ദൗത്യം കഴിച്ച് മടങ്ങുമ്പോൾ ഇതാ വഴിയിൽ വെച്ച് ഒരുവനെ കണ്ടു, അവൻ നിന്റെ നാമം അയച്ച് പിശാചിനെ ഒഴിപ്പിക്കുന്നു. യേശുവിന്റെ നാമം അയക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമോദിസ മുങ്ങിയിട്ടില്ല, യേശുവിനോട് കൂടെ നടന്നിട്ടില്ല, സ്ലീഹന്മാരുടെ കൂട്ടായ്മയില്ല, അങ്ങനത്തെ ഒരാൾ പോലും യേശുവിനെ നാമം അയക്കുമ്പോൾ പിശാച് ഓടിപ്പോകുന്നു. അങ്ങനെയെങ്കിൽ മാമോദിസ മുങ്ങി വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ എത്രയോ കിടിലം കൊണ്ട് സാത്താൻ അലറിക്കൊണ്ട് ഓടേണ്ടതല്ലേ? അതാണ് തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നത്. ലൂക്ക 9:49, യേശുവിനെ നാമം അയച്ച് പിശാചിനെ ഒഴിപ്പിക്കുന്നു. വീണ്ടും വിശുദ്ധ ലിഖിതങ്ങൾ മറ്റൊരു വിധത്തിൽ പിശാചിനെ ഒഴിപ്പിക്കുന്നത് കാണുന്നുണ്ട്. അത് അപ്പോസ്തല പ്രവർത്തനം 16:18 അപ്പോസ്തല പ്രവർത്തനം 16:18. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? പൗലോസ് ശ്ലീഹായും കൂട്ടരും പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ
ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു ദുർബാധ, ഒരു പിശാച് ബാധിച്ച പെൺകുട്ടിയെ ആ സ്ലേഹന്മാര് കണ്ടു. ആ പെൺകുട്ടി എല്ലാ ദിവസവും ഇവരുടെ പിന്നാലെ നടന്ന് ഇവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇവര് പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ പതിവ് പോലെ ഈ പെൺകുട്ടി ഇവരെ ശല്യം ചെയ്തപ്പോൾ പൗലോസ് സ്ലീഹ തിരിഞ്ഞു നിന്നു. അവളെ സൂക്ഷിച്ചു നോക്കിയിട്ട് അവളിലെ ആത്മാവിനോട് കൽപ്പിച്ചു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവളിൽ നിന്ന് പുറത്തു പോവുക. ആത്മാവ് തൽക്ഷണം അവളെ വിട്ട് ഇറങ്ങിപ്പോയി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അധികാരപൂർവമുള്ള ശാസന, അധികാരപൂർവമുള്ള ആജ്ഞ, അധികാരപൂർവമുള്ള കൽപ്പന, അത് പിശാചിനെ ഒഴിപ്പിക്കാൻ തിരുലിഖിതം നമുക്ക് കാണിച്ചു തരുന്ന ഒരു വഴിയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുലിഖിതം മുഴുവൻ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇതെല്ലാം നമുക്ക് സൂചിപ്പിച്ചു തരുന്ന ഒരു കാര്യം, ഈ പിശാചിന്റെ ഉപദ്രവം സഹിച്ച് ഇതിന്റെ ചവിട്ടും തൊഴിയും കൊണ്ട് നരകിച്ച് കടക്കണമെന്ന് തിരുലിഖിതം ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയിൽ ദുർബാധയുടെ ശല്യം ഉണ്ടായാൽ, ഒരു വ്യക്തി ഏതെങ്കിലും ദുഷ്ടാരിയുടെ പീഡയുണ്ടെങ്കിൽ ആ ദുഷ്ടാത്മ പീഡയെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് യേശുവിന്റെ നാമത്തിൽ വിടുതൽ അനുഭവിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 10 തൊട്ട് 17-18 വരെയുള്ള തിരുലിഖിതങ്ങൾ 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഒരു അബ്രാഹത്തിന്റെ മകളെ ആ സാത്താന്റെ പിടയിൽ നിന്ന് അഴിച്ചുവിടുന്ന രംഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം അതിൽ 10 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഈശോ ഈ സംഭവം അങ്ങനെ വിടുതൽ, ആ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തിട്ട് ഈശോ പറയുന്ന രംഗം എങ്ങനെയാണ്? കഴിഞ്ഞ 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ ഞാൻ അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ഇതിന്റെ വേറൊരു വാക്യം പറഞ്ഞ ഇതിന് മറ്റൊരർത്ഥം എങ്ങനെയാണ്? പിശാചിന്റെ ബാധയാൽ, ദുഷ്ടാത്മ പീഡയാൽ ക്ലേശിക്കുന്ന ഓരോ മകനെയും മകളെയും അഴിച്ചുവിടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന സ്ലീഹന്മാർക്ക് ആ അധികാരം യേശു പകർന്നു കൊടുത്തു. യേശു രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും കൊടുത്ത അധികാരം, പാപങ്ങൾ ക്ഷമിക്കാനും കൊടുത്ത അധികാരം പോലെ തന്നെ പ്രധാനപ്പെട്ട അധികാരം ഈശോ സ്ലീഹന്മാർക്ക് പകർന്നു കൊടുത്തു. അതാണ് പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള അധികാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണല്ലോ ഞങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അവനോട് ചേർന്ന് നിൽക്കുന്ന, അവന്റെ വിശ്വാസത്തിൽ അടിയുറച്ചിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ദേശത്തും ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലും ഏതെങ്കിലും ദുരാത്മാക്കളുണ്ടെങ്കിൽ അതിനെല്ലാം ശാസിച്ച് ആട്ടിപ്പായിക്കാൻ, അവനോട് കൽപ്പിക്കാൻ, അവനെ ചവിട്ടിമതിക്കാൻ റോമാലേഖനം 16:20 പറയുന്നത് പോലെ സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും എന്ന വചനം അന്വർത്ഥമായെന്ന ബോധ്യത്തോടുകൂടെ സാത്താനെ ഭയപ്പെടാതെ സാത്താന്റെ മേൽ ചവിട്ടി നടക്കാൻ, അവനെ ആട്ടിയോടിക്കാൻ, അവനെ ശാസിച്ച് ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴുള്ള എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാൻ അഭിഷേകം ചെയ്യണമേ കർത്താവേ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താനെ എതിർക്കാൻ അഭിഷേകം നിറയട്ടെ, സാത്താനെ ആട്ടിപ്പായിക്കാൻ അഭിഷേകം നിറയട്ടെ, സാത്താനെ ഓടിക്കാൻ അഭിഷേകം നിറയട്ടെ. അത്ഭുത പവർ വ്യാപരിക്കട്ടെ. എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്യ ശക്തികളെ. എതിർക്കേണം, നാം എതിർക്കേണം അത്ഭുത അഭിഷേകം സാത്താന്യ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. ശത്രുവിൻ കോട്ടകൾ വിരട്ട യേശുവിന്റെ കൊടി. യേശുവിൻ നാമത്തിനാ കോട്ടകൾ വിരട്ട യേശുവിന്റെ കൊടി. യേശുവിൻ നാമത്തിനാ, യേശുവിൻ നാമത്തിനാ. ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഈ മക്കളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും, എല്ലാ തിന്മയുടെ സാന്നിധ്യങ്ങളെയും, എല്ലാ അന്ധകാര ശക്തികളെയും ശാസിക്കാൻ, ആട്ടിപ്പായിക്കാൻ, എതിർത്ത് നിൽക്കാൻ, തോൽപ്പിക്കാൻ, അതിനോട് യാതൊരു വിധ സന്ധിയും ചെയ്യാതെ കീഴ്വഴങ്ങാതെ എതിർത്ത് അതിനെ ആട്ടിപ്പായിക്കാൻ അഭിഷേകം ഈ മക്കളുടെ മേൽ ഇപ്പോൾ ശക്തി പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതകാലത്ത് ഒരിക്കലും സാത്താനെ ഭയപ്പെടാതെ ധൈര്യത്തോടെ
അവരെ എതിർത്ത് മുന്നോട്ട് പോകാനുള്ള അഭിഷേകം ഈ മക്കളുടെ മേൽ നിറഞ്ഞു വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. Hallelujah, Maranatha. Come, Lord Jesus. ദിവ്യകാരുണ്യമേ എന്റെ പൊന്നേശുനാഥ വന്നു വാണിടുമോ എന്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹകൂദാശയായി തീർന്നോരാ ദൈവ സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ദിവ്യകാരുണ്യ രൂപനായി സഭയിൽ വസിക്കുന്ന രക്ഷിതാവായ യേശു കർത്താവ് സാത്താൻ അത്യധികം ഭയന്ന് ഞെട്ടിവിറയ്ക്കുന്ന സാന്നിധ്യമാണ് ദിവ്യകാരുണ്യ സാന്നിധ്യം. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ അവർക്ക് അനുഭവപ്പെടുന്ന ഓരോ തരത്തിലുള്ള ദുഷ്ടാത്മ പീഡകളിൽ നിന്നുള്ള വിടുതലിനായി ആഗ്രഹിക്കുക. രണ്ട് കരങ്ങളും യേശുനാഥന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ യേശുവിനെ വിളിക്കുക. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്ന അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, അങ്ങയുടെ തിരുശരീരത്തിൽ നിന്നും ശക്തി ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ, ആധിപത്യ ശക്തികൾ, അന്ധകാര സേനകൾ, ദുഷ്പ്രബുദ്ധങ്ങൾ, ദുർബാധകൾ, ദുർഭൂതങ്ങൾ, ദുർശക്തികൾ യേശുവിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ ഇപ്പോൾ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. സാത്താനെയും അവന്റെ ദൂതഗണങ്ങളെയും നസ്രായന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ചു കിടന്നു. ഈ കുടുംബങ്ങളിൽ നിന്നും ഈ വ്യക്തികളിൽ നിന്നും ദുഷ്ടാത്മാവെ എന്നേക്കുമായി വിട്ടൊഴിഞ്ഞ് നിത്യനരകാഗ്നി നിബന്ധിക്കുക. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ തിരുവോസ്തിയിൽ ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. Hallelujah, Maranatha. പേര് ബേബി പത്രോസ്. ബേബി പത്രോസ് ആണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ കൺവെൻഷന് വന്നപ്പോഴത്തേക്കും എന്റെ മകൻ ജോലി ചെയ്യുന്നത് ബാങ്കിലാണ്. ബാങ്കിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ കാണുമ്പോഴെല്ലാം ബെൽറ്റിട്ടാണ് നടന്നു കാണുന്നത്. അപ്പൊ ഞാൻ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്റെ മകൻ എന്താണ് ദൈവം ഇങ്ങനെ വരുന്നത്? ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരു മകനാണ്. ആ മകൻ ബസ്സിനകത്തുനിന്ന് വീണിട്ട് ഡ്രൈവറിന്റെ അടുത്താണ് പോയി വീണത്. അങ്ങനെ നട്ടെല്ല് പൊട്ടി. അന്ന് മുതൽ കൊച്ചി ജോലിക്ക് പോകണമെങ്കിലും എന്നെ കാണാൻ ഇടക്കിടക്ക് വരും. അങ്ങനെ ഞാൻ കരഞ്ഞു കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം കൺവെൻഷൻ വന്നപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ് 2 മക്കളെ ബെൽറ്റ് അഴിക്കാനായിട്ട് കർത്താവ് കാണിച്ചിട്ടുണ്ട്, ബെൽറ്റ് അഴിച്ച് കളയാൻ പറഞ്ഞെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വീട്ടിൽ വന്നപ്പോ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ നടുവേദന? അമ്മ ബെൽറ്റെല്ലാം ഞാൻ കളഞ്ഞ്
ഒരു വേദനയില്ല. ഞാൻ ഇപ്പൊ നന്നായിട്ട് നടക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ഇവിടെ ഇരുന്ന് നിങ്ങൾ ഹൃദയം നൊന്ത് നിങ്ങളുടെ ഭവനത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഭവനത്തിലും കർത്താവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ വിടുതലും സൗഖ്യവും സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ അമ്മച്ചി ഇവിടെ ഇരുന്ന് കരഞ്ഞു, എന്റെ മോൻ ബെൽറ്റിട്ട് നടക്കാതെ കുറച്ച് കാലമായി, ആക്സിഡന്റ് മൂലം നട്ടലിൽ ക്ഷതമേറ്റ് വളരെ കഷ്ടപ്പെടുന്നു, എന്റെ കർത്താവ് എന്റെ മകനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഈ അമ്മച്ചി കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി ആ മകനെ കർത്താവ് സുഖപ്പെടുത്തി. ആ മകൻ ബെൽറ്റ് അഴിക്കാൻ ഇടവരുത്തി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണല്ലോ. സന്തോഷത്തോടെ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണല്ലോ.